ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ പ്രകൃതിദത്തമായി നമുക്കതിനെ ചെറുക്കാം എന്നതിനെ പറ്റിയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ? നമ്മുടെ യൂറിനറി സിസ്റ്റത്തിലോട്ടുള്ള ബാക്ടീരിയാസിന്റെ കടന്നുകയറ്റത്തിനെയാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. യൂറിനറി സിസ്റ്റത്തിൽ യൂററ്റേഴ്സും അതേപോലെ യൂറിനറി ബ്ലാഡറും കിഡ്നീസും അടങ്ങിയിരിക്കുന്നു. ഈ നമ്മുടെ യൂറിനറി ട്രാക്റ്റിലുള്ള ഈ ഇൻഫെക്ഷനെ നമ്മൾ ശരിയായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നീസിന് വരെ അപകടം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അങ്ങോട്ട് പടർന്ന് പോയേക്കാം. ഇനി ഇത് കൂടുതലായും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. മാത്രവുമല്ല, നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ടീരിയാസിനെ പുറന്തള്ളുകയാണ് ശരിയായിട്ട് ചെയ്യുന്നത്. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ഇതിലും കൂടുതലായിട്ട് ബാക്ടീരിയാസ് ഈ യൂറിനറി സിസ്റ്റത്തിൽ വളരുന്ന സമയത്താണ് അതൊരു ഇൻഫെക്ഷനായി മാറുന്നത്. ഇനി എന്തായിരിക്കാം ഇതിന്റെ പ്രധാന കാരണങ്ങൾ? ആദ്യത്തെ കാരണം നിർജ്ജലീകരണം. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് യൂറിൻ കട്ടിയാകുന്നു, അല്ലെങ്കിൽ യൂറിന്റെ ഒഴുക്ക് കുറയുന്നു. അതിൽ ബാക്ടീരിയാസിന്റെ വളർച്ച ഉണ്ടാവുന്നു. ഇനി ശുചിത്വക്കുറവ്. രണ്ട് സമയങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം മുന്നിൽ നിന്ന് പുറകോട്ട് കഴുകാതിരിക്കുന്ന അവസ്ഥകളിൽ, പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉണ്ടാകുന്ന യൂറിൻ പാസ് ചെയ്യാതിരിക്കുന്നതും അതേപോലെ ശരിയായി വൃത്തിയാക്കാത്തതും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഹോർമോണൽ ഇംബാലൻസ്, പ്രത്യേകിച്ച് മെനപ്പോസിന്റെ സമയത്ത് അല്ലെങ്കിൽ മെൻസസ് ഉള്ള സമയത്ത് ഈസ്ട്രജന്റെ ഒരുപാട് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈസ്ട്രജൻ ശരിയായി വ്യതിയാനത്തിൽ ഇരിക്കുന്ന സമയങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മൂത്രം പിടിച്ചു വെക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ മൂത്രം ഒഴിക്കാതെ വൈകുന്നേരം വരെ പിടിച്ചു വെച്ച് പിന്നീട് ഒഴിക്കുന്ന സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ പല അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, അതായത് ഷുഗർ വരുന്ന ഒരവസ്ഥയിൽ നമുക്ക് യൂറിനറി ഏരിയാസിൽ ചൊറിച്ചിലും അതേപോലെ ഇൻഫെക്ഷനും ഉണ്ടാകാം. അതേപോലെ യൂറിനറി സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഈ സമയത്തൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടിവസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് സിന്തറ്റിക് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ അതിൽ ഒരു വായു സഞ്ചാരം കുറവായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. ലക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായും യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പുകച്ചില്, വേദന, അതുപോലെ തന്നെ അടിവയറ്റിലെ വേദന, പുറം വേദന, കാലുവേദന, ക്ഷീണം, പനി, ഇതേപോലെയുള്ള സിംറ്റംസ്. അതേപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ക്ലൗഡി യൂറിൻ, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, ചില സമയങ്ങളിൽ ബ്ലഡി ആയിട്ട് പോകും, ചില സമയത്ത് വൈറ്റ് പെയിൽ കളറായിട്ടുള്ള യൂറിൻ പോവുക. ഇതൊക്കെ ശരിക്കും യൂറിനറി ഇൻഫെക്ഷനെയാണ് കാണിക്കുന്നത്. ഇതിന് പുറമെ ഇത് കൂടിക്കഴിഞ്ഞാൽ വിറപ്പനി, നല്ല ഷിവറിങ്ങോട് കൂടെയുള്ള പനി ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ക്ഷീണവും ഇതേപോലെ ഛർദ്ദിക്കാൻ വരിക, എല്ലാ അവസ്ഥകളും ഉണ്ടാകാം. വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലോട്ട് വരെ ഇത് പോകാനിടയുണ്ട്. ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മൾ ശരിയായി ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് യൂറിനറി ബ്ലാഡറിലോട്ടും അതുപോലെ തന്നെ കിഡ്നിയിലോട്ടും പടരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? ഇത് യൂറിൻ റൊട്ടീൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ പസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിൻ കൾച്ചറും കൂടി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതും അതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് മരുന്ന് കൊടുക്കാവുന്നതുമാണ്. ഹോമിയോ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് നല്ല പ്രതിവിധി തന്നെയുണ്ട്. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ കുറയാനുള്ളതും അതുപോലെ പ്രകൃതമനുസരിച്ചുള്ള നമ്മൾ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് റിക്കർ ചെയ്യാതെ വീണ്ടും വീണ്ടും വരാതെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. പൊതുവേ ഉള്ള ഒരു പ്രവണതയാണ്, ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് റിക്കർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു അസുഖമാണ്. അത് നമുക്ക് കുറച്ചെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രകൃതിദത്തമായി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. പ്രധാനമായും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞത് തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കുക. അതായത് ധാരാളം വെള്ളം കുടിക്കുക. ഒരു 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ ദിവസത്തിൽ വെള്ളം കുടിക്കാൻ കഴിയുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ബാക്ടീരിയാസിനെ പുറന്തള്ളാനായിട്ട് സാധിക്കും. പിന്നെ ക്രാൻബെറി ജ്യൂസ്, അത് മധുരമില്ലാത്ത ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ക്രാൻബെറി എന്ന് പറയുന്നത് ഈ ഒരു സപ്ലിമെന്റ് ആയിട്ടും അവൈലബിൾ ആണ്. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ അല്ലെങ്കിൽ യൂററ്റേഴ്സിന്റെ, അതായത് ഈ യൂറിനറി സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അള്ളിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. തേങ്ങാവെള്ളം കുടിക്കുന്ന സമയത്ത് ധാരാളം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും നല്ലപോലെ ബാക്ടീരിയാസിനെ പുറന്തള്ളാൻ സാധിക്കുകയും ചെയ്യുന്നു.
വൈറ്റമിൻ സി നല്ലപോലെ കഴിക്കാം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇങ്ങനെയൊക്കെ വൈറ്റമിൻ സി അടങ്ങിയത് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ കാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്തൊരു കാര്യമാണ് മല്ലിവെള്ളം. മല്ലിയുടെ സീഡ്സ് നമുക്ക് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ കുടിക്കുകയാണെങ്കിൽ ശരീരം നല്ലപോലെ തണുക്കുകയും അതിനു പുറമെ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തിന് സഹായകമാവുകയും ചെയ്യുന്നു. ഇതെല്ലാം പുറമെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ശുചിത്വക്കുറവ് അത് തീർത്തും ചേഞ്ച് ചെയ്യണം. അതായത് നല്ല രീതിയിൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നിൽ നിന്നും പുറകിലോട്ട് വെള്ളം ഒഴിച്ച് കഴുകുന്നതും ലൈംഗിക ബന്ധത്തിന് ശേഷം നല്ല രീതിയിൽ ജനനേന്ദ്രിയങ്ങൾ ക്ലീൻ ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുപോലെ തന്നെ പ്രമേഹം ഉള്ള ആളുകളിൽ ചൊറിച്ചിലും പിന്നെ അസ്വസ്ഥതയും ഉണ്ടെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കുകയും ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരികയും വേണം. ധാരാളം കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കോട്ടൺ ഇന്നർ വെയേഴ്സും ഉപയോഗിക്കുന്നത് വഴി നമുക്ക് വായുസഞ്ചാരം കൂടുകയും ഇൻഫെക്ഷന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഭക്ഷണത്തിൽ കഫീൻ പോലെയുള്ള ഒത്തിരി പഞ്ചസാര അടങ്ങിയ കഫീന്, മദ്യം ഇതെല്ലാം കുറയ്ക്കണം. കാരണം ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അതുവഴി നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ്. സ്ട്രെസ് ഒത്തിരി ഉള്ളവരും ആങ്സൈറ്റി ഉള്ളവരും മെഡിറ്റേഷൻ, യോഗ പോലെയുള്ളത് ചെയ്യണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ഡൗൺ ആവാനും അതേപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ്. ഒരു പ്രാവശ്യം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന ആളുകളിൽ വീണ്ടും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രിവെൻഷൻ പോലെ ഈ പറഞ്ഞ ശുചിത്വവും അതേപോലെ തന്നെ യൂറിൻ അധികം പിടിച്ചു നിർത്താതെ പെട്ടെന്ന് ഒഴിച്ച്, അതായത് ഇപ്പോൾ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന രീതിയിൽ 3 പ്രാവശ്യമെങ്കിലും നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ദിവസത്തിൽ ശ്രദ്ധിക്കണം. ചില കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വഷളാവുന്നത്. അപ്പോൾ ഇങ്ങനെ അസുഖം ഒരു പ്രാവശ്യം വന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. വലിയ മുതിർന്നവരിലും അത് തന്നെ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരിലും ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ശുചിത്വവും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതെ അല്ലെങ്കിൽ വരാതെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞും നിങ്ങൾക്ക് പ്രോബ്ലംസ് അടിക്കടി വരുന്നുണ്ടെങ്കിൽ, തുടർന്ന് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മരുന്ന് കഴിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രകൃതം, യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്രകൃതം മാറ്റിയെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്